അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 ദുറൂസുൽ ഇസ്ലാമിലെ 5-ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. നമുക്ക് പാഠത്തിലേക്ക് അടുക്കാം. അൽ വഹ്ദത്തുൽ ഹാമിസ് ഫഅതു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി. പ്രവർത്തനം 1 നുബയ്യിൻ. ക്വസ്റ്റ്യൻ 1. വലീദ് പറഞ്ഞു, മുഹമ്മദ് ജോത്സ്യനല്ല. കാരണം? ആൻസർ: ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്. മുഹമ്മദിൻ്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല. ക്വസ്റ്റ്യൻ 2. വലീദ് പറഞ്ഞു, മുഹമ്മദ് ഭ്രാന്തനല്ല. എന്തുകൊണ്ട്? ആൻസർ: ഭ്രാന്തന്മാരെ നമുക്കറിയാം. അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ. ക്വസ്റ്റ്യൻ 3. വലീദ് പറഞ്ഞു, മുഹമ്മദ് മാരണക്കാരനല്ല. കാരണം എന്ത്? ആൻസർ: മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. ക്വസ്റ്റ്യൻ 4. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വലീദ് സംഘവും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? ആൻസർ: ആ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവും ഉണ്ട്. അതിൻ്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായികനികൾ നിറഞ്ഞതുമാണ്. അത് മികച്ചു നിൽക്കും. അതിനെ അതിജയിക്കാൻ മറ്റൊന്നും കഴിയില്ല. തീർച്ച. അതിൻ്റെ കീഴിലുള്ളതെല്ലാം അത് ചവിട്ടിയരക്കും. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് നിരർത്ഥകമാണെന്ന് തെളിയും. പിതാവിനും മക്കൾക്കുമിടയിൽ, ജ്യേഷ്ഠനും അനുജനുമിടയിൽ പിളർപ്പുണ്ടാകുവാൻ വന്ന ജാലവിദ്യക്കാരനാണെന്ന് പറയുന്നതാണ് താൽക്കാലികം നല്ലത്. ക്വസ്റ്റ്യൻ 5. എന്തു നിർദ്ദേശങ്ങളുമായാണ് ഉത്ബത്ത് ബിനു റബീഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത്? ആൻസർ: സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം. രോഗമാണെങ്കിൽ ചികിത്സിക്കാം. പ്രവർത്തനം 2 നുക്മിൽ. ക്വസ്റ്റ്യൻ 1. ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത ചാതുര്യവുമുണ്ട്. ആൻസർ: ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവുമുണ്ട്. 2. ഖുർആനിൻ്റെ അടിഭാഗം മുകൾ ഭാഗം കായികനികൾ നിറഞ്ഞതുമാണ്. ആൻസർ: ഫലപുഷ്ടവും. 3. ഖുർആൻ മികച്ചു നിൽക്കും. അതിൻ്റെ മറ്റൊന്നിനും കഴിയില്ല. ആൻസർ: അതിജയിക്കാൻ. 4. ഖുർആനിൻ്റെ എല്ലാം അത് ചവിട്ടിയരക്കും. ആൻസർ: കീഴിലുള്ളതിനെ. പ്രവർത്തനം 4 തഹ്സീസ്. ക്വസ്റ്റ്യൻ 1. ഉത്ബത്ത് ബിനു റബീഅ കേട്ട ഖുർആൻ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: ഉത്ബത്ത് ബിനു റബീഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുനയിപ്പിക്കാൻ ചെന്നതായിരുന്നു. സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം. രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച അദ്ദേഹത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫുസ്സിലിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. ഉത്ബ അത് ശ്രദ്ധിച്ചു കേട്ടു. ശേഷം ഖുറൈശികളിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു: ഞാൻ ഒരു വചനം കേട്ടു. അതിന് തുല്യമായ ഒരു വചനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാഹു ആണ് സത്യം. ഇത് കവിതയല്ല. ഇത് മാരണമല്ല. ഇത് ജ്യോത്സ്യമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാദത്തെയും വെറുതെ വിടൂ. അല്ലാഹു ആണ് സത്യം. ഞാൻ കേട്ട ഈ വചനം മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അറേബ്യ അവൻ്റെ ആ വചനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി. മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അതല്ല, അവന് അറബിയയിൽ അതിജയിക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം. അവൻ്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്സ്. നിങ്ങൾ അവൻ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായി തീരും. അവർ പറഞ്ഞു: അബുൽ വാലിദ്, അവൻ അവൻ്റെ നാവ് കൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു. ഉത്ബ പറഞ്ഞു: അവനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇത്. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം.
ഈ പാഠത്തിൻ്റെ എല്ലാ കഥയും വാർത്ത അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.